ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ വള്ളിക്കുണ്ട് ഫ്രഷ് ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു ലോണ്ടറി ഷോപ്പിലാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകതരം അയൺ ബോക്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതൊരു സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ മെഷീനാണ്. ഇതിനകത്ത് 10 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പറ്റും. അതിങ്ങനെ ആവിയായിട്ട് നമ്മുടെ ഈ ട്യൂബ് വഴി ഇങ്ങനെ അയൺ ബോക്സിൻ്റെ പുറകിൽ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ഈ റെഡ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്യുന്ന സമയത്ത് ആ ആവി നമ്മുടെ ഈ അയൺ ചെയ്യുന്ന ഡ്രസ്സിലോട്ട് വരും. അപ്പം നമ്മൾ ഡ്രസ്സ് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാൻ നല്ല സഹായിക്കും. മാത്രമല്ല, ഈ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ടേബിളിൻ്റെ മുകളിൽ തുണി വിരിച്ചിട്ട് നമ്മൾ ഈ ആവി വെച്ച് തേക്കുകയാണെങ്കിൽ ആ ആവി ടേബിളിൻ്റെ മുകളിൽ അടിഞ്ഞിട്ട് ലാസ്റ്റ് നനവ് വരും. അപ്പോൾ അതിന് പകരം വരുന്നൊരു പ്രത്യേകതരം ടേബിളാണ് അത്. ഈ ടേബിളിൻ്റെ മുകളിലൊരു 3-4 ലെയറുള്ള സ്പോഞ്ചും അതിൻ്റെ അടിയിലൊരു മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഈ താഴെ കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. അത് പ്രസ് ചെയ്യുമ്പം നമ്മുടെ അയൺ ബോക്സിൽ നിന്ന് വരുന്ന സ്റ്റീം ഈ തുണിയായിട്ട് അകത്തുകൂടി ഈ സ്പോഞ്ച് വലിച്ചെടുത്ത് താഴോട്ട് കളയുന്നത് കൊണ്ട് നനവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ അയൺ ബോക്സ് പറയുന്ന ഒരു 800 വാട്ട്സിൻ്റെ അയൺ ബോക്സ് ആണ്. ഈ ബട്ടണാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവി പുറത്തോട്ട് വരുള്ളൂ. അതായത് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ. ഇതൊരു 3-4 ലെയറുള്ളൊരു ഇതാണ്, സ്പോഞ്ചിൻ്റെ ബെഡ് പോലത്തെ സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ മോട്ടർ താഴോട്ട് സക്ക് ചെയ്ത് പിടിക്കുന്നതുകൊണ്ട് ആവി താഴോട്ട് പോവുകയും ചെയ്യും. നമ്മുടെ തുണി നീങ്ങാതെ അയൺ ചെയ്യുന്ന സമയത്ത് നീങ്ങിപ്പോകാതിരിക്കാനും ഇത് സഹായിക്കും. നനവൊന്നും വരില്ല. വേണ്ട, ഈ മെഷീൻ ഇതിലിങ്ങനെ സ്റ്റീമിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അയൺ ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മൾ ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ആവിയായിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ബെഡ് അടിയിലില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് താഴെ ഈ കാല് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ബെഡിൽ ഇതിൻ്റെ അകത്തൊരു മോട്ടറുണ്ട്. ആ മോട്ടർ ഈ ബെഡിനെ നമ്മുടെ തുണിയുടെ അകത്തൂടെ ഈ ബെഡിലേക്ക് വരുന്ന സ്റ്റീമെല്ലാം കൂടെ വലിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. അതുകൊണ്ട് ആ ബെഡിൽ വെള്ളം വരില്ല. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ബെഡൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി കിടക്കും. ഇത് അയൺ ബോക്സിൻ്റെ അടിവശമാണ്. അതിന് കുറേ ഹോൾസ് ഒക്കെ ഉണ്ട്. ഇതതിൻ്റെ ഷൂ എന്ന് പറയുന്ന സാധനമാണ് അയൺ ബോക്സിൻ്റെ. അപ്പോൾ ഇതുണ്ട്, ഇതിനൊരു ക്യാപ്പ് ഉണ്ട്. ഇതിലാണ് വെള്ളം നിറച്ചു കൊടുക്കുന്നത്. ഇതിൽ 10 ലിറ്റർ വെള്ളം നിറച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റീം എഞ്ചിനാണത്. അത് 10 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ അയൺ ചെയ്യാമെന്നാണ് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് വള്ളിക്കുണ്ടിലാണ് ഈ സ്ഥാപനം, ഫ്രഷ് ആൻഡ് കെയർ ലോണ്ടറി ആൻഡ് അയണിങ് ഹബ്ബ്.